പ്രതിഭടാ നമ്മള് നിങ്ങള് ശരിക്കും ഈ തയ്യൽ മേഖലയ്ക്ക് എന്നാണ് കടന്നു വന്നത് ഓർമ്മട്ടാ? ഏതാ വർഷം മാസൊക്കെ ആയിട്ട്? ഒരു 1996 കാലഘട്ടത്തിൽ ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ പാരമ്പര്യമായ രീതിയിൽ കടന്നു വന്ന ഒരാളാണ് തയ്യൽ മേഖലയിൽ. ആരായിരുന്നു ഉണ്ടായിരുന്നു മുന്നേ ജ്യേഷ്ഠന്മാരൊക്കെ എല്ലാരും തയ്യൽ മേഖല പരമ്പരാഗത ഇതുപോലെ ആക്കിട്ട് അളിയന്മാരൊക്കെ ആദ്യം തയ്യൽ മേഖലകൾ നിങ്ങൾ എന്താ ചെയ്തിരുന്നു ഓർമ്മണ്ടാ? തയ്യൽ മേഖലയില് ആദ്യം നമുക്ക് ഇത് പഠിക്കലാണ് ഇത് പഠിക്കലിൽ നിങ്ങൾ ആദ്യം സ്റ്റാർട്ടിങ് എന്തായിരുന്നു അന്നത്തെ ഇതില് ടൈമിൽ നിങ്ങൾ ചെയ്തത്? ഷർട്ടുകളെ ബട്ടൺസ് തുന്നാണ് ഇത് മെയിൻ ആയിട്ടൊരു ഘടകം. അങ്ങനെ ബട്ടൺസ് തുന്നിട്ടാണ് തുടക്കം കുറിക്കുന്നത്. അത് ശരി. ബട്ടൺസ്, ഹോൾസ്. നിങ്ങൾ ആദ്യമായിട്ട് വല്ലതും അടിച്ച് കൊടുത്ത ഒരാളെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാ ജീവിതത്തില്? നമ്മളിപ്പോ ഒരു സംഭവം ആദ്യ കസ്റ്റമർ എന്നുള്ളത് നമുക്ക് എപ്പോഴും വാല്യൂ ആയിട്ടുള്ള ഒന്നാണല്ലോ. അപ്പൊ നമ്മളെ ചില കാര്യങ്ങളൊക്കെ ആദ്യത്തെ ആള് അതേപോലെ വല്ല ആളെ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക് മൈൻഡില്? ഞാനിതൊരു ബിസിനസ് പരമായിട്ടല്ല ഇത് തുടങ്ങിയുള്ളത്. ഞാനിത് പഠിക്കുന്ന കാലഘട്ടത്തിനെ ഇത് ഘട്ടഘട്ടമായിട്ട് ഓരോന്ന്. അപ്പൊ നിങ്ങൾ ശരിക്കും ഒരു കൈത്തൊഴില് എന്നുള്ള രീതിയിലാണ് ചോദിക്കുക. ബിസിനസ് എന്ന് പറഞ്ഞപ്പോഴേ നമ്മളെപ്പോഴും കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഒരു തൊഴിലിന്റെ പിന്നാലെ മിക്കതും സഞ്ചരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതുപോലെ ആണോ എന്നുള്ളതായിരുന്നു അറിയാൻ വേണ്ടി ചോദിച്ചത്. നമുക്കൊരു ജോലി പഠിക്കുക എന്നാണ് അതിന്റെ ഒരു ഘടകം. അന്നത്തെ കാലത്ത് ഏകദേശം 42 വർഷങ്ങൾ കാലത്തൊക്കെ ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന കാലഘട്ടത്തൊക്കെ ഒരു ജോലിയാണ് മെയിൻ ആയിട്ടുള്ള ആളുകൾ കാണുന്നത്. കൈത്തൊഴിലാണ് എല്ലാവരും. അന്ന് ശരിക്കും നിങ്ങളെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പോയിരുന്ന ഒരു തൊഴിൽ മേഖല ഏതായിരുന്നു? വർക്ക്ഷോപ്പുകൾ ഉണ്ടായിരുന്നു, തയ്യൽ മേഖല ഉണ്ടായിരുന്നു. തയ്യൽ മേഖലക്ക് അന്ന് രാജാവായിട്ട് വാണിരുന്ന ഒരു കാലാണ്. തീർച്ചയായും തയ്യലുകാരനൊക്കെ എപ്പോഴും ബഹുമാനിക്കണ ഒരു സംഭവമായിരുന്നു. കാരണം പെരുന്നാൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഷർട്ടൊക്കെ നിങ്ങൾ ഒരു പെരുന്നാളിലൊക്കെ നിങ്ങൾ എത്ര ഷർട്ട് ഏറ്റവും കൂടുതൽ അടിച്ചിട്ടുണ്ട്? ഞാൻ ആദ്യം പഠിച്ചിറങ്ങിയ കാലഘട്ടത്തിൽ ഞാനൊരു പീസ് വർക്ക് ആയിട്ടാണ് വർക്കിന് കയറുന്നത്. അന്നത്തൊക്കെ ഒരു 10 ഷർട്ട് 12 ഷർട്ട് വരെ ഞാനൊരു ദിവസം തയ്ച്ചിട്ടുണ്ട്. 12 ഷർട്ട് വരെ അടിച്ചിട്ടുണ്ട് അല്ലെ? അന്നത്തെ എത്രയായിരുന്നു ഒരു തയ്യലടിക്കാനുള്ള കൂലി? പറയാൻ ബുദ്ധിമുട്ടാ? കൂലി ഏകദേശം ഞാനൊരു ഷോപ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് 15 രൂപയുടെ താഴേക്കായിരുന്നു ഒരു പീസ് വർക്ക് കിട്ടിയിരുന്നത്. അതിന് താഴെ, അതായത് 15 രൂപ വെറും 15 രൂപയുടെ താഴെയാണ് പീസ് വർക്കിനൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇന്നിപ്പോ ശരിക്കും എത്രയാണ് ഇന്ന് പീസ്? ഇപ്പൊ അതിനുശേഷം ഞാൻ പീസ് വർക്കിന് പോയിട്ടില്ല. ഞാൻ സ്വന്തമായിട്ട് ഷോപ്പ് കണ്ട് ക്രിയേറ്റ് ചെയ്യുക ചെയ്തത്. അപ്പൊ അത് കാരണം എനിക്ക് പീസ് റേറ്റ് കൊടുക്കണതൊക്കെ കറക്റ്റ് അറിയില്ല. പല സ്ഥലത്തും പല റേറ്റ് വാങ്ങണം. അതാണ് അതിന്റെ. ഇപ്പൊ ശരിക്കും പ്രതികേട്ടാ നിങ്ങളിപ്പോ ഞാൻ പല തൊഴിലായിട്ട് ഞങ്ങളെ കണ്ടിട്ടുണ്ട്. ശരിക്കും നിങ്ങളിപ്പോ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ എത്ര ഒരു 40 കൊല്ലത്തോളായില്ലേ? ഈ 40 കൊല്ലത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഏതൊക്കെ തൊഴിൽ മേഖലയിൽ കൂടെ പോയിരുന്നു? ഞാൻ ഏകദേശം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഏകദേശം 10-25 വർഷത്തോളം, 10-30 വർഷം ചെറുപ്പത്തിൽ തന്നെ പല സാമ്പത്തികമായിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളായിരുന്നു ഞാനൊക്കെ. അപ്പൊ ഞങ്ങള് ദരിദ്ര കുടുംബത്തിലുള്ള ആളുകളാണ്. അപ്പൊ അത് കാരണം നമുക്ക് പണം ഉണ്ടാക്കണം എന്നുള്ള ഒരു രീതിയാണ്, ചിന്താഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. അത് പണം ഉണ്ടാക്കുന്നത് ഒരു കൈത്തൊഴിലുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. അതെ. അല്ല, നിങ്ങളിപ്പോ ഏതൊക്കെ തൊഴിലാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൈത്തൊഴില് തയ്യലാണ് എടുത്തതെന്ന് പറഞ്ഞു, മനസ്സിലായി. പക്ഷെ നിങ്ങൾ ഏതൊക്കെ തൊഴിൽ ഈ 40 കൊല്ലത്തിനിടക്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്തൊക്കെ പണി ഇപ്പൊ ചെയ്തിട്ടുണ്ട്? നമ്മുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ നാട്ടിലുള്ള വർക്കുകള്, ഒട്ടുമിക്ക വർക്കുകളും ഞാൻ ഏകദേശം 10 വർഷത്തോളം ഞാൻ ഈ സൊസൈറ്റി, മിൽമേലെ സൊസൈറ്റിയിൽ ഞാൻ 10 വർഷത്തോളം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതിന് പുറമെ കുറെ കാലം ഡ്രൈവർ മേഖലയിൽ പോയിരുന്നു. ഓട്ടോ ഓടിക്കാൻ അറിയാം, ജീപ്പ് ഓടിക്കാൻ അറിയാം. ഡ്രൈവർ മേഖലയിൽ അത്യാവശ്യം എനിക്ക് അറിയാം. അതുപോലെ തന്നെ സാധാരണ നാടൻ പണികളായാലും അത്യാവശ്യം എനിക്ക് കുറേയൊക്കെ അറിയാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് ഈ ഹൗസ് പെയിന്റിങ് അത്യാവശ്യം എനിക്കറിയാം. അത് ഞാൻ ഒട്ടുമിക്കവാറും പെയിന്റിംഗ് ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. സകലകല വല്ലഭനായിട്ട് അങ്ങനെ പാട്ട് പാടാനേ നിലനിൽപ്പുള്ളൂ ഒരു കാര്യം. അങ്ങനെ ഇനി ശരിക്കും നിങ്ങൾ ഇത് അപ്ഡേഷൻ ചെയ്യാൻ നിങ്ങൾ ഇതുവരെ ചിന്തിച്ചില്ല? നിങ്ങളെ തയ്യൽ ഷോപ്പ് ഒന്ന് ഓൺലൈൻ ആക്കുകയോ അല്ലെങ്കിൽ ആയിക്കൂടെ ഒരു കച്ചവടം നടത്തിയിട്ട് മാർക്കറ്റിലേക്ക് പിടിച്ചടക്കാം, നിങ്ങളൊരു പുതിയ ഫാഷൻ വല്ലതും ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയാൻ വയ്യ. ഞാൻ എന്റെ തൊഴില് അത് ഒട്ടുമിക്കാറും അഭിവൃദ്ധിപ്പെടുത്തിയിട്ടുണ്ട്. മാക്സിമം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യൂട്യൂബ്, സോഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിട്ട് ഡ്രസ്സുകളെ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പൊ അതിന് ഘടകം പിടിച്ചുകൊണ്ട് ഞാൻ ഒട്ടുമിക്ക ഇതിലൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇപ്പൊ നിങ്ങൾക്ക് എത്ര ക്ലൈന്റ് ഉണ്ട് ഏകദേശം? ഇപ്പൊ നിങ്ങളതായിട്ട് നിങ്ങളിപ്പോ ഇങ്ങനെ വിട്ടു പോകുമ്പോൾ നിങ്ങൾ ആൾക്കാര് വിട്ടു പോവാറില്ലേ? അതിപ്പോ എങ്ങനെയാണ്, നിലനിർത്താറുണ്ടോ അതോ അവര് വേറെ ഷോപ്പ് തേടി പോവാറുണ്ടോ? അങ്ങനെ വല്ല
അത്യാവശ്യം ഞാൻ അടിച്ചെടുത്ത ഡ്രസ്സ് ആളുകൾ ഇടുമ്പോൾ അവർക്കൊരു കംഫർട്ടായിട്ട് തന്നെ തോന്നാറ്. അവർ എന്നെ ഒരിക്കലും വിട്ടു പോകാറില്ല. കാരണം ഞാൻ കുറച്ചു കാലത്ത് ഞാൻ ഈ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ വലിയൊരു ഷോപ്പിലേക്ക് എന്നെ ദുബായിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ദുബായിലടക്കം ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് ഞാനവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എനിക്ക് ഒരുപാട് വർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ചെറിയ കോവിഡ് സമയങ്ങളിൽ എനിക്ക് നാട്ടിൽ വന്ന് പെടേണ്ടതുണ്ടായിട്ടുണ്ട്. അത് കാരണം നാട്ടിൽ തന്നെയാണ് ഇപ്പോൾ സെറ്റിൽ ആയിട്ടുള്ളത്. അങ്ങനെ അല്ല സംഭവം അത് മനസ്സിലല്ല, ക്ലയന്റ് പോയിട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഉണ്ട്, തീർച്ചയായിട്ടും കുറെ കസ്റ്റമർ നമുക്ക് വരും പോവും. അതൊക്കെ സാധാരണ രീതിയിൽ ഷോപ്പിൽ സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഒരു സംഭവം തന്നെയാണ്. ശരിയാണ്. എങ്ങനെയുണ്ട് ദുബായിത്തെ ഒരു എന്താണ് തയ്യലിങ്ങിന്റെ പരിപാടിയും ഇവിടത്തും തമ്മിൽ നോക്കുമ്പോ എന്താ ഒരു മാറ്റം തോന്നണം നിങ്ങൾക്ക്? ദുബായിൽ ഒരു ഇന്റർനാഷണൽ സംഭവമാണ്. ടൈലർ മേഖല വലിയൊരു ശൃംഖലയാണ് ദുബായിലൊക്കെ. അങ്ങനെ പറഞ്ഞാൽ ഞാനൊരു ലിനൻ ക്ലബിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടുത്തെ ഏകദേശം വലിയൊരു റേറ്റ് ഉള്ള ഷോപ്പിലാണ് ഞാൻ വർക്ക് എടുക്കുന്നത്. അവിടെ ഏകദേശം ഒരു 6 ഷർട്ടൊക്കെ ഞാൻ ദിവസം അടിക്കുള്ളൂ. അപ്പോൾ സ്റ്റിച്ച് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യും. അത് വില കൂടിയ ഡ്രസ്സുകൾ അടിക്കുന്ന ഒരു മേഖലയ്ക്കാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ശരി. അല്ല, നിങ്ങളൊരു മാറ്റം എപ്പോഴും പറഞ്ഞില്ല. അവിടുത്തെ ഒരു മാറ്റം ഇവിടുത്തെ ഒരു മാറ്റം. ഇപ്പോൾ നമ്മളെ മെഷീനറിയുടെ കാര്യത്തിലായാൽ കൂടിയും അതുപോലെ ഒരു ടൈമിങ് മറ്റ് പഠിച്ചാൽ കിട്ടുന്ന ഓൾറെഡി കൂടുതലായിരിക്കാം, എന്നാലും ഒരു മാറ്റം ഉണ്ടാവുമല്ലോ അവിടുത്തത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മെഷീനറി ഒക്കെ സത്യം പറഞ്ഞ ഗൾഫിലും നാട്ടിലൊക്കെ ഏകദേശം ഒരേപോലത്തെ മെഷീനറി സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. ആളുകൾ ഇവിടെ തയ്യാറാവുന്നില്ല എന്നാണ്. ആണുങ്ങളൊന്നും ഇപ്പൊ അതിനനുസരിച്ച് തയ്യാറാവുന്നില്ല. കാരണം ഏകദേശം ഒരു 40 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾ മാത്രമേ ഈ ടൈലർ മേഖലയിൽ നിൽക്കുന്നുള്ളൂ. ഇപ്പൊ കടന്നു വരുന്നത് ലേഡീസ് മാത്രമേ കടന്നു വരുന്നുള്ളൂ. അതെ, കുടുംബശ്രീ യൂണിറ്റ് ഒക്കെയാണ് കൂടുതലായിട്ടും സർക്കാരിന്റെ ഒരു ഇതായിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ ശരിക്കും തയ്യൽ മേഖലയിൽ വേറെ വല്ല സപ്പോർട്ടിങ് അങ്ങനെ കയറ്റി ചെയ്തു കൊടുക്കുന്നത് വല്ലതും ഉണ്ടോ? ഇപ്പൊ പുതിയ ലോണ് കാര്യങ്ങളൊക്കെ ആണുങ്ങൾക്ക് കിട്ടുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം. ഞാൻ ആ മേഖല കൂടെ കടന്നു പോവാറില്ല. ലോണ് മറ്റു കാര്യങ്ങളൊന്നും ആയിട്ടും ഇല്ല. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണ് ലോൺ എടുക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത്. ഇല്ല, ഞാനിപ്പോ ഈ ടൈലർ മേഖലയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു ചെറിയൊരു വീട് വെച്ചു. എനിക്ക് 2 കുട്ടികളുണ്ട്. ഒരു ഞാൻ ചെറിയൊരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരാള്, ഒരു ചെറിയ കുടുംബം ഇതായിട്ട് തന്നെ പോണ്ട് കാര്യങ്ങൾ. നിങ്ങൾ ഈ സകല ജോലി ചെയ്തുകൊണ്ടാണ് ഇപ്പൊ അത് പോയിട്ടുള്ളതും അല്ലെ? തീർച്ചയായിട്ടും. ഇപ്പൊ മാത്രമായിട്ട് ഇപ്പൊ നിങ്ങൾ ഈ സ്ഥാപനം നിലനിർത്തുന്നതും നിങ്ങൾ അതിനോടുള്ള ഒരു അഭിനിവേശം തന്നെയാണല്ലോ. നിങ്ങൾക്കറിയാം, വിട്ടു പോകരുത് എന്ന് വിചാരിച്ചിട്ടും അത് മാത്രം മതി എന്ന് ചിന്തിച്ചിട്ടുള്ള. തീർച്ചയായും ടൈലർ മേഖല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു കൈത്തൊഴിൽ മേഖലയിലൂടെ കടന്നു. ശരിക്കും നിങ്ങൾക്ക് ഇതിപ്പോ വരുമാനം കൂട്ടാൻ ഇപ്പൊ എന്തൊക്കെ ചെയ്യാൻ കഴിയും? അല്ലെങ്കിൽ ഇപ്പൊ ഇനിയിപ്പോ എന്തൊക്കെ ശ്രദ്ധിച്ചാലാണ് ഇതൊന്ന് വരുമാന മാർഗം ആക്കാൻ നിങ്ങൾക്ക് വന്നിട്ടുള്ള മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ? നമുക്ക് നല്ലൊരു ഓൺലൈൻ സെന്ററായി നടത്തുകയാണെങ്കിൽ വരുമാനം കൂട്ടാം. പക്ഷെ നമുക്ക് അതിനുള്ള സ്റ്റിച്ചിങ്ങിനൊക്കെ ആളുകൾ നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ യൂണിറ്റ് ആയിട്ട് തുടങ്ങിയെടുക്കണം. എന്നാൽ തന്നെ മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരിക്കലും അങ്ങനെ കഴിയില്ല. നിങ്ങൾക്ക് ശരിക്കും ഒരാള് വന്നു കഴിഞ്ഞാല് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ അടിച്ചെടുക്കാൻ ഇവിടെ തയ്യാറാണ്. പക്ഷെ നമുക്കതിനുള്ള വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കേന്ദ്രീകരിച്ചെടുക്കേണ്ടി വരും. അങ്ങനെ അല്ല, ശരിക്കും നിങ്ങൾ പുതിയൊരു ഫാഷൻ നിങ്ങൾ അടിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു പുതിയ ഫാഷൻ നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? അതായത് നിങ്ങളൊരു സ്റ്റൈലില്? ഞാൻ എന്റെ സ്റ്റൈൽ പറഞ്ഞാൽ ഞാനിപ്പോ അധികം അടിക്കുന്നത് പോലീസ് യൂണിഫോമാണ്. കുറച്ചൊരു റിസ്ക് ഉള്ള പണിയാണ് പോലീസ് യൂണിഫോം. അതെന്തായാലും ഞാൻ എന്റെ ശരിക്കും എന്താണ് ആ പോലീസ് യൂണിഫോമിന്റെ ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലായില്ല? കാരണം മറ്റു ഷർട്ട് അടിക്കുമ്പോഴും പോലീസ് യൂണിഫോം അടിക്കുമ്പോഴും ഉള്ള വ്യത്യാസം, അതൊരു ഫിറ്റായ ഡ്രസ്സാണ് അത് സംഭവം. അത് ഒരുപാട് കൃത്യമായ അളവുകളും മെഷർമെന്റുകളും തയ്യാറാക്കി എടുക്കേണ്ട ഇതാണ്. അവർക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ നമ്മൾ തയ്ച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മളാണ്. അപ്പൊ അത് ത്വരിതമായിട്ട് അടിച്ചു കൊടുക്കേണ്ട രീതിയിലാണ് പോലീസ് യൂണിഫോം. ഏറ്റവും ചെറിയൊരു റിസ്കുകളാണ് പോലീസ് യൂണിഫോം എന്ന് പറയുന്നത്. പോലീസ് യൂണിഫോമിന്റെ അല്ലേ? കാരണം ഒരു അളവും കൃത്യമായിരിക്കണം. അവരെ സംബന്ധിച്ച് കൈ മുന്നിക്കുമ്പോൾ ഇതാക്കുമ്പോഴൊന്നും ബുദ്ധിമുട്ടാവും ചെയ്യരുത്. അങ്ങനെ ആയിട്ട് ശരി. നിങ്ങൾ ആദ്യം പോലീസ് യൂണിഫോം അടിച്ച ആളെ ഓർമ്മ ഉണ്ടാ? അതെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ ആളുകളൊക്കെ ഓർമ്മ ഉണ്ട്. പക്ഷെ അങ്ങനെ വന്നതാണെങ്കിൽ എന്റെ അടുത്ത് കുറെ പറയാനുണ്ട്. ഞാനിപ്പോ അത് പറയുന്നില്ല. ഒരുപാട് ആളുകൾ ഉണ്ടോ? ഞാൻ ആദ്യമായിട്ട് ചോദിച്ചാൽ ഒരാളെ ഓർത്താ മതി. എവിടെയുള്ള ആളായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അത് കുറെ വർഷങ്ങൾക്ക് മുന്നേ ഒരു പോലീസിനെ വന്ന് എന്റെ പാന്റ് ഒന്ന് കീറിയിട്ടുണ്ട്. എമർജൻസി ആയിട്ട് ഒരു പാന്റ് അടിച്ചിട്ടായിരുന്നു. ഞാനൊരു ഒരു കളർ പിടിക്കാൻ വേണ്ടി പോയപ്പോ ഞാൻ വീട് എന്റെ കാലിന്റെ മുട്ടിനൊക്കെ ഒന്ന് സ്ക്രാച്ച് വന്ന് പാന്റൊക്കെ കീറിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എമർജൻസി ആയിട്ട് അടിച്ചു തരാന്ന് പറഞ്ഞപ്പോ ഓക്കെ സാറേ നോ പ്രോബ്ലം ഞാൻ തയ്ച്ചു തരാറിട്ട് അങ്ങനെ പിന്നെ അങ്ങനെ ഒരു
ചെയ്തു കൊടുത്താണ്. പുള്ളിക്കാരനാണ് പിന്നെ നിങ്ങളെ ഒരു അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട ഇതാക്കി. ബാക്കിയുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്ത് പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് കടന്നുപോയി അല്ലേ? അത് ശരി. എന്തായിരുന്നു ആ പോലീസുകാർക്ക് അടിച്ചു കൊടുക്കുമ്പോ ആദ്യത്തെ ഒരു അനുഭവം? പേടിയില്ല? കാക്കി എന്ന് പറയുമ്പോ സാധാരണ ഒരു സാധാരണക്കാരന് ശരിയൊരു അതുള്ളതാണ് ഭയം. അതാണ് ഞാൻ ചോദിച്ചത്. സാധാരണ പാന്റ് അടിക്കുന്ന ഒരാളാണ്, അപ്പൊ അതുകൊണ്ട് ആ ഒരു ഡ്രസ്സ് അത്ര വലിയ കട്ടിങ്ങിന്റെ രീതിക്ക് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അല്ല, ഞാൻ പറയുന്നത് കാക്കി എന്ന് പറയുമ്പോ നമ്മളൊരു ചിലപ്പോ ഒരു മനസ്സിലൊരു ഇതുള്ളത് ഉണ്ടാവുമല്ലോ, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതില്ല, ഏകദേശം 10-30 വർഷത്തോളം ഞാൻ ഈ മേഖലയിലുള്ളത്. അങ്ങനെ ഡ്രസ്സ് കണ്ടാൽ അറിയാം അത് അടിക്കാനുള്ള ഒരു ഇതന്നെ. തീർച്ചയായിട്ടും അങ്ങനെ ആയിട്ട്. അപ്പൊ എന്തായാലും ശരി, എന്തായാലും താങ്ക് യു. ഞാനിപ്പോ ഒന്ന് കുറച്ച് ഡ്രസ്സൊക്കെ അടിച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വീഡിയോയില് ഇടും. ഞാനൊക്കെ സ്വന്തമായിട്ട് അങ്ങനെ അടിച്ചത്.